കലോത്സവ വേദിയിലും മാങ്ങാണ്ടി ഇഫക്റ്റ് കാണേണ്ട കാഴ്ചയാണ്. മേളയിലെ ആകർഷണീയ ഇനങ്ങളിലൊന്നായ മോണോ ആക്ട് വേദിയിൽ മാങ്ങാണ്ടിയുടെ ഹൂ കേസിനെ വലിച്ചു കീറി ചെവരിൽ പതിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ മതി. ആ മിടുക്കിയുടെ പ്രകടനം ജസ്റ്റ് ഒന്ന് കണ്ടേ. നമുക്കിതങ്ങ് കളയാം. എന്നെ അങ്ങ് കൊല്ലുക. അങ്ങനെ കൊല്ലാനാണെങ്കിൽ എനിക്കൊരു സെക്കൻഡ് പോരെ. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ എന്റെ മുത്തശ്ശി. അവൻ കൊത്തിവരച്ചത് സ്വന്തം കൂടെ. കണ്ടല്ലോ, പുതിയ കാലത്തെ കുട്ടികൾ ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അത് കലയോട് ചേർത്ത് വെച്ച് എത്ര മനോഹരമായിട്ടാണ് വേദിയിൽ അത് പ്രസന്റ് ചെയ്യുന്നത് നോക്കി. മാങ്ങാണ്ടിയുടെ സ്ത്രീ പീഡന പരമ്പരകൾ അത് പുതിയ കാലത്തെ കുട്ടികളിലേക്ക് അവരുടെ അറിവിലേക്ക് എത്തിക്കാൻ കലയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാര്യം വരും കാലങ്ങളിലെ സ്ത്രീകൾ ഇനിയും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത്തരം കാപാലികന്മാർ ഈ സമൂഹത്തിന് അപകടമാണ് എന്നതിനെ കലോത്സവ വേദിയിൽ മികച്ച രീതിയിൽ അവതരിപ്പിച്ച് വേദിയിലിരുന്നവരുടെ കരഘോഷം ഏറ്റുവാങ്ങുകയായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രമേയം എടുത്തു എന്നതിനെ സംബന്ധിച്ച് ആ കുട്ടിയെ പരിശീലിപ്പിച്ച അധ്യാപകൻ പറയുന്നുണ്ട്. ശവം തിന്നാലും കഴുകൻ കഴുകൻ തന്നെയായിട്ട് നിലനിൽക്കുമ്പോൾ അത്യുന്നതങ്ങളിലേക്ക് പറന്നുയരുന്ന കഴുകൻ ഒരു നാൾ ചിന്തിക്കണം, ഉയരം കൂടുന്തോറും പതനം വന്നാൽ അതിന്റെ ആക്കം കൂടുമെന്നുള്ളത്. അപ്പൊ അത്തരത്തില് നമ്മുടെ സമൂഹത്തിലെ കഴുകന്മാര് ഉയരത്തിൽ പറന്ന കഴുകൻ പെട്ടെന്ന് വീണപ്പോൾ അതിന്റെ പതനത്തിന്റെ ആക്കം കൂടിയില്ലേ. അതാണ് അത് പറയേണ്ടത്. പെൺകുട്ടി തന്നെ ആ തിക്താനുഭവം പറയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവളെ കൊണ്ട് ആ സാധനം ചെയ്യിച്ചത്. ഒരു പെൺകുട്ടി തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കേരളം ഞെട്ടലോടെ കേട്ട പീഡന പരമ്പരകളെക്കുറിച്ച് അവരുടെ സമപ്രായക്കാരായ കുട്ടികൾക്ക് മുന്നിൽ കലയിലൂടെ സംവദിക്കുമ്പോൾ പുതിയ കാലത്തെ കുട്ടികളെല്ലാം ഇത്തരം വിഷയങ്ങളെയൊക്കെ എത്ര കൃത്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നതെന്നും അതിനെ അവതരിപ്പിക്കാനുള്ള അവരുടെ കഴിവും അവരുടെ പ്രാപ്തിയെല്ലാം വരും കാലത്തെ തലമുറയെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. മാങ്ങാണ്ടി ചെയ്തതുപോലുള്ള പ്രവർത്തനങ്ങൾ അത് മറ്റൊരു പെൺകുട്ടിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ അവർ ജാഗരൂകരായിരിക്കണം. അവർക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം. അതിനെ സംബന്ധിച്ച് കലയിലൂടെയുള്ള ബോധവൽക്കരണവും ഒപ്പം തന്നെ കേരളത്തിന്റെ സാമൂഹിക ഇടങ്ങളിൽ സംഭവിച്ച ആ വിപത്തിനെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ ആ പ്രകടനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കിതങ്ങ് കളയാം. എന്നെ അങ്ങ് കൊല്ലുക.